ദേ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെ ആ കോളേജ് വിട്ടങ്ങോട്ട് പോകുന്നില്ല. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ കഴിവുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അവരിതേ അടുത്തൊരു പുതുപുത്തൻ സാധനം ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് ലേലത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചി, അതായത് സുരേഷ് ഗോപി ചെയ്ത കഥാപാത്രമാണ്. അതിലൊരു മാസ്മരിക ഡയലോഗാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന. അവരത് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിലെ ഒന്നാം തരം സുന്ദരന്മാരും സുന്ദരികളുടെ നടുവിലാണ് ഞാൻ. ഫുൾ എനർജിയിലാണ്. എല്ലാവരുടെയും ആ മുഖത്ത് തന്നെ, അവരുടെ ആ ചിരിയിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ പോസിറ്റീവ് വൈബിലാണ് നമ്മൾ ഇന്നിവർക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലേലം. ജോഷി സാർ ഡയറക്റ്റ് ചെയ്ത മനോഹരമായ സുരേഷ് ഗോപി തകർത്ത് അഭിനയിച്ച ഒരു ചിത്രം ലേലത്തിലെ ഒരു മാസ് ഡയലോഗാണ്. ആ മാസ് ഡയലോഗ് പറയാൻ ഞാൻ ആദ്യം വിളിക്കാൻ പോകുന്നത് ആ ചിരി കൊണ്ട് നമ്മളെയൊക്കെ മയക്കാൻ പോകുന്ന, എല്ലാവരെയും നല്ല ചിരിയാണെങ്കിൽ ആ ചിരി കൊണ്ട് നമ്മളെ മയക്കാൻ പോകുന്ന അത്ര ബ്യൂട്ടിഫുള്ളായി ചിരിക്കുന്ന ഒരു കുട്ടിയാണ്. വാമോളെ. എന്താ പേര്? ഭാവന. എവിടെയാണ് നാട്? കൊല്ലം. കൊല്ലത്തെവിടെ? കൊല്ലം പ്രോപ്പർ കൊല്ലം. കൊല്ലമാണ്. ഓക്കെ. എന്തൊക്കെയാണ് ഈ ചിരിയുടെ രഹസ്യം? എന്താണ്? ചിരിക്ക് അത്രേ ഉള്ളൂ. അത് തന്നെയാണ്. അപ്പോൾ ആയുസ് ഒരുപാട് കൂടും കേട്ടോ. 10-20 വർഷം ഇവിടെ ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അവിടെ തുടങ്ങിക്കളയാം. റെഡി അല്ലേ? റെഡി, ആക്ഷൻ. അത് ശരി, തുടക്കമേ പോയ. ഞാൻ സത്യം പറയും. അല്ലോ, പറ്റിപ്പോയി മോളെ, ഇനി പറ്റിക്കൂല, ക്ഷമി. എന്നെ അറിയുമല്ലേ? ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രണാണി. തന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണുള്ളൂ. അതന്നെ കൊഴക്കി. ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി, ആനക്കാട്ടിൽ ചാക്കോച്ചി. ചാക്കോച്ചനോ? കടയാടി രാഘവൻ, ദ അപ്കമിംഗ് ടെറർ. കടയാടി തമ്പി, ദ ക്രൂവൽ കോൾഡ് ബ്ലഡഡ്. ഔതക്കുട്ടി. കുന്നേൽ ഔതക്കുട്ടി. നാളെ രാവിലെ ഞാൻ വരുമ്പോ നല്ല മണി പോലെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പറയും. താനല്ലടോ, തന്റെ മോള് പറയണം. അതെ, അവള് പറയും. കുട്ടി ഡയലോഗ് പഠിപ്പിച്ചോടാ. ദ ഏജിംഗ് ബട്ട് നോട്ട് ഫിയർലെസ്. അല്ലേ? അത് കുഴപ്പം. ദി ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കൺ. കുന്നേൽ മാത്തച്ഛൻ. കുടിക്കച്ചവടക്കാരുടെ കള്ളക്കച്ചവടക്കാർക്കിടയിൽ കാറ്റസ്ട്രോഫിക് ഡോൺ, ദ മോസ്റ്റ് കില്ലിംഗ് പവർഫുൾ. കുത്തി ഞാൻ ഇത് ഒറിജിനൽ കത്തിയാ കൊണ്ടാ മുറിയും. അയ്യോ. ദ മോസ്റ്റ് dreaded self style valor. കടയാടി ബേബി. കരുത്തന്മാരിങ്ങനെ ഒത്തിരി പേരുണ്ടായിട്ടും ആര് വേണ്ടി വന്ന്? ബിജുമേനോ. അയ്യേ, ബിജുമേനോ വേണ്ടി വന്നു. നടിക്കാം. ഈ പഴക്കമില്ലാത്ത കാര്യങ്ങളാവുമ്പോ സംശയങ്ങൾ ഉണ്ടാവൂലേ? കരുത്തന്മാർ ഒരുപാട് പേരുണ്ടെങ്കിലും ഇവനെ പോലെ വിഴുപ്പ് ചുമക്കാൻ ഒരുത്തനേ ഉള്ളൂ. അങ്ങനല്ലല്ലോ. ആരും നോക്കിക്കോ, ഇത്രയും ജനലക്ഷങ്ങളുടെ മുന്നിൽ വെച്ച് എന്റെ കാളിയ മർദ്ദനം തകർത്താടി കയ്യടി മേടിച്ചിരിക്കും. അപ്പോഴെങ്കിലും സാർ ഈ എളിയ കലാകാരനെ അംഗീകരിക്കൂ. ഒരു എരപ്പാളിയേ ഉള്ളൂ. നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്തൂടെ? വേണ്ട. വാക്ക് ഡയലോഗ് പഠിച്ചില്ലേ? അരയാൽ ആലര. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? എന്ത് പറ്റി? പേരെന്താണ്? ഐശ്വര്യ. എവിടെയാണ് നാട്? എവിടെയാണ്? ഇവിടെ ഏതിന് പഠിക്കുന്നത്? MBA ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. റെഡി, ആക്ഷൻ. എന്നെ അറിയുമല്ലോ അല്ലേ? അറിയുമോന്ന്? കത്തി താഴെയിട്. ഇല്ല, അറിയില്ല. എന്നെ അറിയുമല്ലോ അല്ലേ? ആരാ? അറിയും, നന്നായിട്ട് അറിയും. ഞാൻ ആനക്കാട്ടിൽ ചാക്കോച്ചി. അയ്യോ, കർത്താവേ, എന്തൊരു പുതുമയുള്ള പേര്. ഞാൻ ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി, കടയാടി രാഘവൻ, അപ്കമിംഗ് ടെറർ, കടയാടി മാധവൻ.
കടയാടി മാധവനോ? കടയാടി കടയാടി തമ്പി. തമ്പി ദി ക്രൂവൽ ബട്ട് കോൾഡ് ഹേർട്ടഡ്. ഹേർട്ടഡ് ആണോ അതോ ബ്ലഡഡ് ആണോ? ബ്ലഡഡ്. ആരാ? കുന്നേൽ ഔതക്കുട്ടി. ദി ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കൺ. ആരാ? സച്ചിൻ ടെണ്ടുൽക്കർ ആണോ? അല്ല, വിജയത്തിന്റെ സേനാനി ബേബി. ഏത് ബേബി? Baby, 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 what are you doing, baby? ബേബി അല്ല, വേറൊരാളാണ്. ഇതൊന്നും ടി വിയിൽ വരത്തില്ലല്ലോ അല്ലേ? മാത്തച്ഛൻ. അപ്പൊ ഓക്കെ, ഇത്രയും മതിയെന്നുണ്ട്. നമ്മളെ ഡയറക്ടർ പറയുന്നത് പാവ കരയില്ലെന്നാ കുട്ടി. ഓനെ തോൽപ്പിച്ച മോശമായടാ. നിങ്ങൾ തോറ്റാ മതിയേനു. എന്താ പേര്? ദേവിപ്രിയ, ദേവിപ്രിയ. ഏതാ പഠിക്കുന്നത്? ബയോമെഡിക്കൽ എഞ്ചിനീയർ. നാട് എവിടെയാണ്? ഞാൻ കൊല്ലം. കൊല്ലം. ഓക്കെ, അപ്പൊ റെഡി, ആക്ഷൻ. എന്നെ അറിയുമല്ലേ, ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിലാണായ അബ്ഗാരി പ്രമാണി, കടയാടി. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയല്ലേ ഇത്? നീലക്കുറിഞ്ഞല്ല, നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും. ആണുങ്ങളിലാണായ അബ്ഗാരി പ്രമാണി, കടയാടി രാഘവൻ, ദ അപ്കമിംഗ് ടെറർ, കടയാടി തമ്പി, ദ ക്രൂവൽ കോൾഡ് ബ്ലഡഡ്, കുന്നേൽ ഔതക്കുട്ടി, കറക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കണം. പോയിന്റിൽ നിന്ന് പോകണ്ട, പ്രൈസ് കൊണ്ടുപോകാൻ പറ്റും. ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കൺ, കുന്നേൽ മത്തച്ഛൻ. പിന്നെ കള്ളു കച്ചവടക്കാർക്കിടയിലെ ദ കാറ്റസ്ട്രോഫിക് ഡോൺ, ദ മോസ്റ്റ് ഡ്രെഡഡ് സെൽഫ് സ്റ്റൈൽ വാലർ, കടയാടി ബേബി. ഗുഡ്. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. കരുത്തന്മാരിങ്ങനെ ഒത്തിരി പേരുണ്ടായിട്ടും ഒടുക്കം വിഴുപ്പ് ചുമക്കാൻ ഇവനെ പോലൊരു എരപ്പാളി അല്ലേ? നമുക്ക് കോംപ്രമൈസിൽ ചെയ്തോ ചാക്കോച്ചി. സർക്കാർ ചെലവിൽ ഇവന്റെയൊക്കെ വിഴുപ്പ്, ഇവന്റെയൊക്കെ പൃഷ്ഠം ചുമന്ന് നടക്കുന്ന പോയിന്റ് കളയരുത്. സർക്കാർ ചെലവിൽ ഇവന്റെയൊക്കെ പൃഷ്ഠം ചുമന്ന് നടക്കുന്ന ഭൂലോക നാറി, അവന്റെ ഒരു കോംപ്രമൈസ്. അടിപൊളി, സൂപ്പർ. ചെറിയ മറവായിരുന്നാലും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തു. എന്താ പേര്? അശ്വിനി. അശ്വിനി. എവിടെയാ നാട്? നാട് ഇവിടെ ട്രിവാൻഡ്രം. ഏതിനാ പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ MBA ചെയ്യണം. MBA. ഓക്കെ, അപ്പോൾ റെഡി, ആക്ഷൻ. എന്നെ അറിയുമല്ലോ. പേരെന്തുവായിരുന്നു? അശ്വിനി. അല്ലെന്നാ കഥാപാത്രത്തിന്റെ കടയല്ല, കഥാപാത്രത്തിന്റെ പേര്. സ്മാർട്ട് ബോയ്. സുരേഷ് ഗോപി. സുരേഷ് ഗോപിയോ? ഇപ്പൊ മറന്നുപോയ പേരൊരെണ്ണമുണ്ട്. എന്തുവാണെന്ന്? തുടക്കത്തിൽ ആനക്കാട്ടിൽ ചാക്കോച്ചി. പേരെന്തുവായിരുന്നു? ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിൽ ആണായ അബ്ഗാരി പ്രമാണി, കടയാടി തമ്പി. എന്നതാ പറഞ്ഞേ? വല്ല മുടിഞ്ഞ തമാശയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കും. ദ ക്രൂവൽ കോൾഡ് ബ്ലഡഡ് ഔതേൽ കുന്നേൽ കുന്നനോ? നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. Am I right, Miss Anjana? കുന്നേൽ ഔതക്കുട്ടി. ഉറപ്പാണ്. അത് അടുത്ത പോട്ട്. ദ ഏജ്ഡ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കൺ, കുന്നേൽ കുന്നേൽ മാത്തച്ഛൻ. അടുത്താണ് മെയിൻ ഒരാളുണ്ട് അവിടെ. കള്ള് കച്ചവടക്കാർക്കിടയിലെ മോശമായോ? കള്ള് കച്ചവടക്കാരുടെ ഇടയിലെ മോശോ? യേശു എന്ന് പറയുന്ന കാര്യമായി. കൂടുതൽ മൊണാലിറ്റടിയൊന്നും വേണ്ട. എന്ത് ചൂടെ ഇന്നൊരു വ്യക്തിയല്ലടാ. കള്ള് കച്ചവടക്കാർക്കിടയിലെ ദ മോസ്റ്റ് കാറ്റസ്ട്രോഫിക് ഡോൺ. കറക്റ്റ് തന്നെ പറ. കാറ്റസ്ട്രോഫിക് ഡോൺ, കടയാടി ബേബി. ഉറപ്പിക്കല്ലേ? കാറ്റസ്ട്രോഫിക് ഡോൺ, കടയാടി ബേബി. ഓക്കെ. കരുത്തന്മാർ ഇത്ര പേരുണ്ടായിട്ടും വിഴുപ്പ് ചുമക്കാൻ ഇവനെ പോലൊരു എരപ്പാളിയെ കിട്ടിയോളൂ. നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്തല്ലോ ചാക്കോച്ചി. ചെയ്യാന്നോ? എന്നാ ശരി, വിട്ടോ. എനിക്കിനിയും വേണോ? എനിക്കിനിയും വേണോ? കൊണ്ടുവരാം. പേരെന്താണ്? മഞ്ചേരി. 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 സ്ഥലം? കാട്ടാക്കട. എവിടെ ഏതാ നമ്മൾ പഠിക്കുന്നത്? MBA. ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ. ഓക്കെ, തുടങ്ങിയല്ലോ. ഓക്കെ. റെഡി, ആക്ഷൻ. എന്നെ അറിയുമല്ലേ, ആണുങ്ങളിലാണായ. കഥ മാറിയല്ലേ? എടാ ഊതടാ. സാറ് നല്ല സുന്ദരടാ കേട്ടോ.
എടാ എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞത്. എന്നെ അറിയുമല്ലേ? കുറെ നേരം കൊണ്ട് അറിയുന്ന ചോദിച്ചോണ്ടിരിക്കുന്നു. കാര്യം പറ. എന്നെ അറിയുമല്ലേ? അറിയാന്ന് പറഞ്ഞ അടുത്ത പറ. ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും, അടുത്ത നിമിഷം പൊട്ടിച്ചു. ഞാൻ പൊട്ടിക്കാവിടോ. ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, ദ അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, തമ്പി കഴിഞ്ഞ അടുത്തത് ദ ക്രൂവൽ കോൾഡ് ബ്ലഡഡ് കുന്നേൽ ഔദക്കുട്ടി, വെരി ഗുഡ്. അടുത്തത് ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് ദ ബൂസ്റ്റ് ഐക്കൺ കുന്നേൽ മാത്തച്ഛൻ. മുടുക്കനായിപ്പ. കള്ളുകച്ചവടക്കാർക്കിടയിലെ ദ മോസ്റ്റ് കാറ്റസ്ട്രോഫിക് ഡോൺ കടയാടി ബേബി. ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, എന്നാലും അടുത്തതിലോട്ട് പോകും. പിന്നെ കരുത്തന്മാർക്കിടയിലെ കാറ്റസ്ട്രോഫിക് ഡോൺ ഗുഡ് മോർണിംഗ്. കരുത്തന്മാരിങ്ങനെ ഒരുപാട് പേരുണ്ടായിട്ടും പിന്നെ വിഴുപ്പ് ചുമക്കാൻ ഈ എരപ്പാളി അല്ലേ? എന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുന്നു കേട്ടോ, എരപ്പാളി അല്ലേ ഒന്ന്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. പേരെന്താ മോളുടെ? റിമി. എവിടെയാണ് നാട്? കൊല്ലം. എല്ലാം ഒരുപാട് കൊല്ലക്കാരാണ്. കൊല്ലത്ത് എവിടെ? തിരുമുല്ലവാരം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡയറക്റ്റ് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി? ഞാൻ കോംപ്രമൈസ് വിട്ടാണ് തുടങ്ങുന്നത്. അയ്യോ, കോംപ്രമൈസ് ഇട്ട് തുടങ്ങുന്നത് ആശത്തെ 2 വരിയോ? ഇപ്പോഴെങ്കിലും മിണ്ടാതിടവുമേ. അന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ അതെങ്ങനെ പഠിച്ചിരിക്കുന്നത്. സർക്കാർ സർക്കാർ ജോലിയുടെ ഇടയിൽ പൃഷ്ഠം ചുമന്ന് നടക്കുന്ന ഭൂലോക നാറി, അവന്റെ ഒരു കോംപ്രമൈസ്. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. അരയാൽ അരയാൽ ആലരയാലി പേരാൽ ഊരരയാൽ. അരയാൽ അരയാൽ ആളരയാലി ആളലാല് ആലരയാലി പേരാൽ ഊരരയാൽ ഊരരയാലി. അരയാൽ അരയാൽ ആളരയാലി ആലരയാൽ ആളരയാൽ ആലരയാൽ ആലില്ലേ ആല് ആലലർ ആലരയാലി പേരാൽ ഊലറി ഊര. ശരി, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. കൊലച്ചിരിയായിരുന്നല്ലേ. എന്താ പേര്? റിഫ. റിഫ. എവിടെയാണ് നാട്? എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട്ടാണ്. ഓക്കെ. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ ബയോമെഡിക്കൽ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇത് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. എന്നെ അറിയുമല്ലേ? ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിൽ ഒരേ രീതിയിൽ തന്നെ കൈയെടുക്കത്തുള്ളൂ. കൊള്ളാം. ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ. ആരായി വന്നാളോ? മറ്റേ എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ദ അപ്കമിംഗ് ടെറർ കടയാടി തമ്പി. പിന്നെ ദ ക്രൂവൽ കോൾഡ് ബ്ലഡഡ് കുന്നേൽ മാത്തച്ഛനല്ലല്ലോ, ഔദക്കുട്ടി. ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കൺ കുന്നേൽ തമ്പി. തമ്പിയോ? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേന്ന്. അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? എടാ തമ്പിന്ന് വിളിയടാ. എടാ തമ്പിന്ന് വിളിക്കാം. അച്ഛൻ എന്റെ സ്വഭാവം മാറി. എടാ തമ്പിന്ന് വിളിക്കില്ല. ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. കുന്നേൽ മാത്തച്ഛൻ. പിന്നെ കള്ളുകുടിക്കാരുടെ അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ കള്ളുകുടിക്കാർക്കിടയിലെ കാറ്റാസ്ട്രോഫിക് ഡോൺ ദ ഡ്രെഡഡ് സെൽഫ്. അതൊക്കെ ഇംഗ്ലീഷാ, അതും അറിയത്തില്ലേ? പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. ഒരു പാവ മാത്രം അറിയാം. ഏത് പാവ മാത്രം? പാവേ? അതല്ല, പാവെന്നുള്ളത് മാത്രം അറിയാം. അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളി. എന്താണ് പേര്? ദക്ഷിണ രാജോപൻ. എവിടെ? കോട്ടയം. കോട്ടയത്താണ്. ഏതിനാണ് നമ്മൾ പഠിക്കുന്നത്? ഞാനിപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ഏത് ഇയറായി? ഫസ്റ്റ് ഇയർ. ഓക്കെ, റെഡി, ആക്ഷൻ. എന്നെ അറിയുമല്ലേ? ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിലെ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, ദ അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, ദ ക്രൂവൽ കോൾഡ് ബ്ലഡഡ് കുന്നേൽ ഔദക്കുട്ടി, ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് ദ ബൂസ്റ്റ് ഐക്കൺ കുന്നേൽ മാത്തച്ഛൻ. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? പിന്നെ കള്ളു കച്ചവടക്കാർക്കിടയിലെ കറ്റാസ്ട്രോഫിക് ഡോൺ, ദ മോസ്റ്റ് റെഡ് സെൽഫ് സ്റ്റൈൽ വെലോർ കടയാടി ബേബി. കരുത്തന്മാർ ഒത്തിരി പേരുണ്ടായിട്ടും ഒടുക്കെന്താ വിറപ്പ് ചുമക്കാൻ ഇവനെ പോലൊരു പരമ എരപ്പാളിയല്ലേ? ചാക്കോച്ചി, നമുക്കതങ്ങ് കോംപ്രമൈസ് ചെയ്ത് തീർക്കാം. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല.
സർക്കാർ ജീവനക്കാരുടെ വിളിപ്പ് ചുമന്ന് സർക്കാർ സിവിൽ സർക്കാർ സിവിൽ എഞ്ചിനീയറോ? അല്ല, സർക്കാർ ചിലവിൽ ഇവന്റെ ഒക്കെ പിഷ്ടം ചുമന്ന് നടക്കുന്ന ഭൂലോക നാറി, അവന്റെ ഒരു കോംപ്രമൈസ്. ഓക്കെ, പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. എന്താണ് പേര്? ക്രിസ്റ്റീന. ക്രിസ്റ്റീന. ഓക്കെ, ക്രിസ്റ്റീന എവിടെയാണ്? നാട് എവിടെ? പുനലൂർ. പുനലൂരാണ്. എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? എയറോനോട്ടിക്കൽ എഞ്ചിനീയർ. ഏത് ഇയറായി? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ. ഓക്കെ, റെഡി, ആക്ഷൻ. എന്നെ അറിയുമല്ലേ, ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിൽ ആണായ കടയാൾ അബ്ദുൾ പ്രമാണി. കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിലൊന്നും കാച്ചതല്ലെന്ന്. ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, ദ അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, ദ ക്രൂവൽ കോൾഡ് ബ്ലഡഡ് കുന്നേൽ ഔതക്കുട്ടി, ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കൺ കുന്നേൽ മത്തച്ചൻ. ഒന്നും നടക്കാൻ പോലുള്ള. പിന്നെ കള്ളു കച്ചവടക്കാർക്കിടയിലെ കറ്റാസ്ട്രോഫിക് ഡോൺ, ദ മോസ്റ്റ് ഡ്രെഡ് ഇറ്റ് സെൽഫ് സ്റ്റൈൽ വലോർ കടയാടി ബേബി. കരുത്തന്മാരിങ്ങനെ നിരവധി പേർ ഉണ്ടായിട്ടും ഒടുക്കം ഇവന്റെയൊക്കെ വിഴുപ്പ് ചുമക്കാൻ ഇവനെ പോലൊരു ഇരപ്പാളി അല്ലേ? നമുക്ക് കോംപ്രമൈസ് ചെയ്തല്ലോ ചാക്കോച്ചി. സർക്കാർ ചെലവിൽ ഇവന്റെയൊക്കെ ഭ്രഷ്ടം ചുമക്കുന്ന ഭൂലോക നാറി, അവന്റെ ഒരു കോംപ്രമൈസ്. നോൺസെൻസ്. വാട്ട് ദി ഹെൽ ആർ യു സ്പീക്കിംഗ്? മൈൻഡ് യു. എന്താണ് പേര്? ആദിത്യ. ആദിത്യ. എവിടെയാണ് നാട്? ട്രിവാൻഡ്രം. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി. ഏത് ഇയറായി? തേർഡ് ഇയർ. ഓക്കെ, അപ്പോൾ റെഡി, ആക്ഷൻ. ആരാണെന്നാ സ്റ്റാർട്ടിങ് കിട്ടിയില്ല. ആക്ഷൻ. അതല്ല മറ്റത്. മറ്റേ ചാക്കോച്ചിയുടെ അറിയല്ലോ. ആരാ? എന്നെ അറിയുമല്ലോ. അയ്യോ, പ്രാഞ്ചേട്ടാ എന്താണ്ടാ ദേവര് കണ്ടിട്ട് തീന്തായാലും വന്നിട്ടുണ്ട്. കണ്ടിട്ട് ദീനുള്ളവനാ, എന്തേലും കൊടുത്തു വിടറാ. എന്നെ അറിയുമല്ലോ അല്ലേ, ആനക്കാട്ടിൽ ചാക്കോച്ചി. എന്നിട്ട് കടയാടി രാഘവനെ കുറിച്ചൊന്ന് പറ. ആണുങ്ങളിലാണായ ആരാ? ആണുങ്ങളിലാണായ ആരാണ്? കടയാടി. കണയാടി. എഴുത്തും വായനയും അറിയാത്ത ഞാൻ എങ്ങനെ പ്രസംഗിക്കാനാ ബാബു? ഇങ്ങനെ പോയാ ആശുപത്രിയിൽ സ്ഥിരമായിട്ടൊരു കട്ടിൽ പറയായിരിക്കും നന്നാവുക. ആണോ? ആൾക്കാരി പ്രമാണി കടയാടി രാഘവൻ, അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, ദ ക്രൂവൽ കോൾഡ് ബ്ലഡഡ് കുന്നേൽ ഔതക്കുട്ടി. നോക്കട്ടെ, എവിടെ ചെല്ലും നോക്കട്ടെ, എങ്ങനാന്ന് നോക്കട്ടെ. ഞാൻ മാക്സിമം വേണ്ടെന്ന് പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല. എന്റെ മനസ്സ്. ഏജിംഗ് ബട്ട് ഫിയർലെസ് കുന്നേൽ. പേര് മണി പണി മണലോണി. പറഞ്ഞിട്ട് വയ്ക്കോ, പെട്ടെന്ന് പറഞ്ഞു. പണി മണലോണി. ഒരു 3 പ്രാവശ്യം പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞിട്ട് വയ്ക്കും. ഇങ്ങനത്തെ മൈക്ക് ഇങ്ങനത്തെ പെട്ടെന്ന് പറഞ്ഞു. അതെങ്കിലും പറ. പേര് മണി പണി മണല് പണി. നിർത്താതെ 3 പ്രാവശ്യം പെട്ടെന്ന് പറ. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. ഓക്കെ, വെരി ഗുഡ്. വെറുതെ തമാശ പറയായിരുന്നു. അങ്ങനെ വെറുതെ തമാശ പറയണ്ട. പേര്? പൂജ. നാട് എവിടെയാണ്? ട്രിവാൻഡ്രം. ഏതിനാ പഠിക്കുന്നത്? ബിടെക്. ആലോചിക്കുന്നത് ഉറപ്പിക്കാനല്ലേ? ഏത് ഇയറായി? തേർഡ് ഇയർ. പൂജ റെഡി അല്ലേ? റെഡി, ആക്ഷൻ. എന്നെ അറിയുമല്ലേ, ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, ദ അപ്കമിംഗ് ടെറർ ദ അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, ദ ക്രൂവൽ കോൾഡ് ബ്ലഡഡ് കുന്നേൽ ഔതക്കുട്ടി. കഷ്ടകാലത്തിന് പണ്ടാറടങ്ങാനായി തന്റെ ജൂനിയർ ആവാനായിരുന്നു എന്റെ വിധി. ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കൺ കുന്നേൽ മാത്തച്ചൻ. എന്താ മറ്റേ കച്ചവടക്കാരുണ്ടല്ലോ, കള്ള് കച്ചവടക്കാർക്കിടയിലെ കാറ്റാസ്ട്രോഫിക് ഡോൺ, മോസ്റ്റ് സ്റ്റൈൽ വാല്യൂർ കടയാടി ബേബി. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ 2 കാലം അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പോൾ നീ പഠിക്കുള്ളൂ. കരുത്തന്മാർ ഒത്തിരി പേരുണ്ടായിട്ടും ഒടുക്കം വിഴുപ്പ് ചുമക്കാൻ ഇവനെ പോലൊരു എരപ്പാളി അല്ലേ? സർക്കാർ ചെലവിൽ ഇവന്റെയൊക്കെ പൃഷ്ഠം ചുമന്നു നടക്കുന്ന ഭൂലോക എരപ്പാളി അല്ലേ നീ? അവന്റെ ഒരു ആരോടും പറയല്ലേ, 50 പൈസ തരാട്ടാ.
പേരെന്താണ്? അഖിൽ. എവിടെയാണ് നാട്? ഏതിനാണ് പഠിക്കുന്നത്? ബിടെക്. ഓക്കെ, റെഡി, ആക്ഷൻ. എന്നെ അറിയുമല്ലേ? അയ്യോ. ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളാണായ അബ്കാരി പ്രമാണി, കുന്നേൽ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? പണി കൊടുത്തോനും കിട്ടിയോനും ഏൽപ്പിച്ചോനും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. റബ്ബേ കാത്തോളണേ. കടയാടി രാഘവൻ, ഇത് അപ്കമിങ് ടെറർ. മറ്റേ ഒരു കാര്യം ചെയ്യ്, ഒരു കയ്യടി. തമ്പി. ആര് തമ്പി? ക്രൂവൽ കോൾഡ് ബ്ലഡഡ്. ഞാൻ പറഞ്ഞു വന്നത് ഇയാള് പറഞ്ഞു, ആരെങ്കിലും പറയണ്ടെന്ന് പറഞ്ഞോ? പറയാൻ വന്നത് മറന്നുപോയി. എൻ്റെ മോൻ്റെ പേര് രാഹുൽ. അങ്ങനെ രാഹുലാണ് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിലെ അവസാനത്തെ ആക്ടർ. മനോഹരമായ ആക്ടിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെക്കാൻ പോകുന്നത്. റെഡി, ആക്ഷൻ. അറിയുമല്ലോ അല്ലേ, ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി, കടയാടി രാഘവൻ, ദ മോസ്റ്റ് ക്രൂവൽ കോൾഡ് ബ്ലഡഡ്, കടയാടി തമ്പി, ഏജ്ഡ് ബട്ട് നോട്ട് ഫിയർലെസ്, ഏജ്ഡ് ബട്ട് ഫിയർലെസ്, ഏജ്ഡ് ബട്ട് ഫിയർലെസ്. അയ്യോ എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കടാ. കുന്നേൽ മാത്തച്ഛൻ. കുന്നേൽ മാത്തച്ഛൻ. കള്ളുകച്ചവടക്കിടയില്, കച്ചവടക്കാർക്കിടയില് കാറ്റാക്കോണിസ് ഡോൺ. ആരാണ്? കരാടി ബേബിയാണോ? അല്ല, കടാടി ബേബി. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. രണ്ട് സംഭവിച്ചു. കരുത്തന്മാർ ഇത്ര പേരുണ്ടായിട്ടും കരുത്തന്മാർ ഇത്രയും പേരുണ്ടായിട്ടും അവസാനം വിഷ്ണു തുറക്കാൻ വന്ന അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. വെഴുപ്പ് ചുമക്കാൻ ഇവനെ പോലെ പരമനാറിയല്ലേ. നമുക്ക് കോംപ്രമൈസ് ചെയ്തല്ലോ. അത് മാത്രം നല്ല ഒച്ചത്തില്ല. സർക്കാർ ജീവനക്കാർക്കിടയിൽ വെഴുപ്പ് ചുമക്കുന്ന ഇവനെ പോലെ പരമനാറി, അവനൊരു കോംപ്രമൈസ്. കറക്റ്റ്. അപ്പൊ ഇതൊക്കെ ഉള്ളിലുണ്ടല്ലേ? എല്ലാവരും മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ചെറിയ ചെറിയ മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രൈസ് തരുന്നത്. ആദ്യം ഞാൻ വിളിക്കുന്നു ദേവപ്രിയ. ദേവപ്രിയ വളരെ മനോഹരമായി തന്നെ സ്ക്രിപ്റ്റൊക്കെ പഠിച്ചു പറഞ്ഞൊരു കുട്ടിയാണ്. ഇന്ത്യയിലെ തന്നെ റീജിയണൽ ആൻഡ് ക്ലൈമറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റാണ് EIQ നൽകുന്ന മനോഹരമായൊരു. കൺഗ്രാജുലേഷൻസ്. ഇനി വിളിക്കുന്നു ഭാവന. ആരാണ് ഭാവന? വളരെ നല്ല, ഞാൻ പറഞ്ഞു, നല്ലോണം പെർഫോം ചെയ്തു. നല്ല ചിരിയുടെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ ഒരു മധുരമാണ്. അതായത് ഒരു പ്രിസർവേറ്റീവോ കെമിക്കലോ ഇല്ലാതെ കോട്ടയത്തു നിന്നുള്ള നല്ല ഒറിജിനൽ ശർക്കര പാനിയിൽ തയ്യാറാക്കിയ കപ്പലിന് മിഠായിയാണ്. ഒരു മധുരം തന്നെ തരാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഇനി ഞാൻ വിളിക്കുന്നു ദക്ഷിണ. വേണ്ട, മായമില്ലാത്ത രുചിക്ക് ഖദീജ ഫുട്വെയർ നൽകുന്ന ഒരു പ്രൈസ്. കൺഗ്രാറ്റ്സ്. ഏറ്റവും നന്നായി അവതരിപ്പിച്ച ഒരാളെയാണ് ഞാൻ വിളിക്കുന്നത് ക്രിസ്റ്റീന. ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പിക്കിൾ, ഇറ്റ്സ് ഹോം പാക്ഡ് ഇൻ എ ജാർ. നുബീസ് കിച്ചൺ നൽകുന്ന ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ആയിട്ട്. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. തൽക്കാലം നമ്മൾ വേറൊരു കോളേജിൽ വെച്ച് അടുത്ത എപ്പിസോഡുമായി കാണുന്നതുവരെയും ഗുഡ് ബൈ.